തൃശൂർ വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്ത കണ്ടക്ടർക്കൊടുവിൽ പണികിട്ടി. കണ്ടക്ടർ രാമദാസിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കണ്ടക്ടർക്ക് ബോധവൽക്കരണം നൽകാനും തീരുമാനം. രാമദാസിനെ ജോയിന്റ് RTO ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം കേട്ടതിനു ശേഷമാണ് ഈ നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസത്തെ ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ഷബാസ് അഹമ്മദ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷബാസെ, നമുക്ക് എല്ലാവർക്കും വലിയ വേദനയുണ്ടാക്കിയ ദൃശ്യങ്ങളാണിത്. ആ ബസ്സിലൊന്ന് കയറാൻ, യാത്ര ചെയ്യാൻ, തങ്ങളുടെ അവകാശത്തിന് വേണ്ടി കൈകൂപ്പി കെഞ്ചി കേണപേക്ഷിക്കേണ്ടി വരുന്ന ആ വിദ്യാർത്ഥികളുടെ ഒരു അവസ്ഥ. എന്നിട്ട് പോലും ആ ക്രൂരനായ കണ്ടക്ടർ ആ വിദ്യാർത്ഥികളൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത്രമേൽ വൈറലായിരുന്നു, ചർച്ചയായിരുന്നു. അപ്പോൾ ഈ കണ്ടക്ടർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാവുന്നത് കേരളം ആഗ്രഹിച്ചതാണ്. കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. ഷിയാസ്, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിച്ച സ്വകാര്യ ബസ് ജീവനക്കാരനെതിരെ ഉടനടി നടപടി ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലോടുന്ന പ്രിയമോൾ എന്ന ബസ്സിലെ കണ്ടക്ടറായ രാമദാസന്റെ ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 3 മാസത്തേക്കാണ് ഇയാളുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇയാളെ പരിശീലനവും ബോധവൽക്കരണവും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അയക്കും. അതിനുശേഷം മാത്രം ഈ ലൈസൻസ് വീണ്ടും കൊടുക്കണോ എന്ന കാര്യമടക്കം ആലോചിക്കും. എന്തായാലും ഈ പ്രിയമോൾ എന്ന ബസ്സിനെതിരെ നടപടിയെടുക്കുന്ന കാര്യവും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. ഈ ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ അടക്കമുള്ള ശുപാർശകൾ ഇതിനോടകം തന്നെ മോട്ടോർ വാഹന വകുപ്പ് നൽകി കഴിഞ്ഞു. ഇന്നലെ ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ വിദ്യാർത്ഥികൾ കൈകൂപ്പി ചോദിച്ചിട്ട് പോലും തിരക്കില്ലാതിരുന്ന ആ ബസ്സിൽ ഈ വിദ്യാർത്ഥികളെ കയറ്റാൻ കണ്ടക്ടർ തയ്യാറായിരുന്നില്ല. ഈ വടക്കാഞ്ചേരിയിലെ ഒരു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. അവർ വീട്ടിൽ പോകാനായിരുന്നു ഈ ബസ്സിൽ വരി നിന്ന് കയറാനായി കാത്തിരുന്നത്. പക്ഷേ ബസ് എടുക്കുന്ന സമയത്ത് ഇവരെ കയറ്റാതെ ബസ് പോവുകയായിരുന്നു. വ്യാപകമായ പ്രതിഷേധമാണ് ഇതിനെതിരെ ഇന്നലെ ഉയർന്നിരുന്നത്. SFI അടക്കം ഈ ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ചും ഈ ബസ് തടയുന്ന ആ സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ സർക്കാർ ഈ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിനുള്ള ഒരു പ്രതികാരം ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ഈ വിദ്യാർത്ഥികളോട് കാണിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളടക്കം വ്യാപകമായി ഉയർന്നിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഈ ദൃശ്യങ്ങൾ വൈറലായതിനു പിന്നാലെ ഒരു അതിവേഗ നടപടിയിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പടക്കം കടന്നിരിക്കുന്നത്. എന്തായാലും ഇത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന എല്ലാ സ്വകാര്യ ബസ് ജീവനക്കാർക്കുമുള്ളൊരു മുന്നറിയിപ്പ് കൂടിയായിരിക്കും ഷിയാസിദ്. അത് തന്നെയാണ്, വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറാൻ ഇനി ആരും ശ്രമിക്കേണ്ട. അവരുടെ അവകാശം നിഷേധിക്കാനും ഒരു കണ്ടക്ടറോ ഒരു ഡ്രൈവറോ ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ.